ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പുള്ളി പുറമേ ഇതൊന്നും കാണിക്കുന്നില്ല. ഈ പറഞ്ഞ മിറർ ഷോട്ടിൽ മാത്രമാണ് പുള്ളിക്കാരനോട് മാത്രമേ പുള്ളിക്കാരൻ്റെ ഒരു ശരിക്കുള്ള പരിപാടി കണ്ണാടി നോക്കിയിട്ട് അഭിമാനം എന്നുള്ള സാധനം കാണിക്കും. ഫോൺ വിളിച്ച് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ കൂടുതൽ ആ കോളൊന്നും നീണ്ടു പോകില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. നമ്മളത് ആക്ച്വലി ഇമോഷണലി ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്ത സീനായിരുന്നു. എന്റെ ചിന്തകളിലേ ഇല്ല ഈ സാധനം കണ്ട ആളുകൾ ചിരിക്കുന്നത് ഉണ്ടായിരുന്നില്ല. പൊന്മുട്ടയുടെ ആദ്യത്തെ എപ്പിസോഡിൽ പലതിലും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ അന്ന് ഇത്രയും കണ്ടന്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ കരിക്ക് എന്നുള്ളൊരു സംഭവം ആൾക്കാർ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. ചിരിക്കുക, വീണ്ടും ചിരിക്കുക, പിന്നെയും ചിരിക്കുക. തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് പ്രേമലു. വിശേഷങ്ങളുമായി ശ്യാം, സംഗീത്, അഖില. സ്വാഗതം 3 പേർക്കും. താങ്ക് യു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ടീമിന്റെ റെസ്പോൺസ് ഒക്കെ? വലിയ തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്? ഭയങ്കര സന്തോഷം. കാരണം ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങോട്ട് അതിനോട് യൂസ്ഡ് ആവാനും അത് ഭയങ്കര 100% അത് എൻജോയ് ചെയ്യാനും പോലും പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരുപാട് മെസ്സേജസും അഭിപ്രായങ്ങളും കോളുകളും ഒക്കെ വരുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരു കെമിസ്ട്രിയാണ്, ഒരു താളമാണ്. നിങ്ങൾ വല്ലാത്തൊരു താളത്തിലൂടെയാണ് സിനിമ പോകുന്നത്. എങ്ങനെയായിരുന്നു സത്യത്തിൽ ഇത് സാധിച്ചത്? ടോട്ടലി നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അടുപ്പുള്ളവരായിരുന്നു പല സമയങ്ങളിലായിട്ട്. അഖിലേക്കായിട്ടാണ് മാത്രം എനിക്ക് അങ്ങനെ വലിയ കമ്പനി ഉണ്ടാവാതിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും താമസിച്ചിരുന്നത് ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ ആയി ഹൈദരാബാദ് എത്തിയപ്പോഴേക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഒരു കണക്ഷൻ പോലെ ആയി അല്ലേ? ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് ആദ്യം മാറുന്നുണ്ട്. ആദ്യയുടെ ഓരോ കാര്യങ്ങളും തിയേറ്ററിൽ വലിയ ചിരിയോടെയാണ് ഏറ്റെടുക്കുന്നത്. എന്ന് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം കുറച്ചൊരു റിസ്ക് ഉള്ളൊരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പം എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോമഡി ക്യാരക്ടർ, നമുക്കൊരു സീരിയസ് ക്യാരക്ടർ കോംപ്ലക്സ് ചെയ്യുന്നത് പോലെ അല്ല, ഒരു കോമഡി ക്യാരക്ടർ കോംപ്ലക്സ് ആയിട്ടും അതൊരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടി ചെയ്യുന്നത് ഭയങ്കര ഒരു തിൻ ലൈൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗിരീഷ് ഷെഡിയുടെ നേരത്തെയുള്ള പടങ്ങളിലും ഈ പറഞ്ഞ രവി പത്മനാഭൻ അല്ലെങ്കിൽ അജിത് മേനോൻ എന്നുള്ള ഗംഭീരമായിട്ട് അവർ രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആ ഒരു പേടി ഉണ്ടായിരുന്നു. പടം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇനി ഒരു കമ്പാരിസൺ വന്നിട്ട് അപ്പോൾ നമ്മൾ അതിന് താഴെ ആയിക്കഴിഞ്ഞാൽ പടത്തിനെയും ബാധിക്കും, നമ്മുടെ കരിയറിനെയും ബാധിക്കും. അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ഷെയ്ഡുള്ള കഥാപാത്രമാണല്ലോ നമ്മള് സമൂഹത്തിൽ ഇഷ്ടം പോലെ കാണാറുള്ളതാണ്. പക്ഷെ അഭിനയിക്കാൻ അത്ര എളുപ്പമുള്ള കഥാപാത്രമല്ല. അതായത് ഇവരുടെ അടുത്തുനിന്ന് പോയി ബാത്റൂമിൽ പോയി കണ്ണാടി നോക്കി ചിരിക്കുന്ന അത്തരത്തില് ഏതായാലും നമ്മുടെയൊക്കെ ചുറ്റുപാടിലുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ അതിനെ അഭിനയിക്കാൻ ഈ മുമ്പ് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത അനുഭവമൊക്കെ സഹായിച്ചിട്ടുണ്ടോ? അതെ, മാനർസങ്ങൾ കുറേയൊക്കെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ്സുമായിട്ട് അടുത്ത് പെരുമാറി. ഞാൻ സിറ്റി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടുന്ന് ബോംബെക്ക് പോകുമ്പോൾ തനി നാടൻ മലയാളം മീഡിയം സ്കൂളിലും മലയാളം കോളേജിലൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടൊക്കെ പോയ ഒരാളാണ്. അപ്പം അവരുടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ആക്സെൻ്റ് ഉള്ള ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വായും പൊളിച്ച് മനസ്സിലാവില്ല ആദ്യം പല വാക്കുകളുമൊക്കെ. പക്ഷെ ഈ മിമിക്രിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ പണ്ട് കുറേ നാൾ മിമിക്രിയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ഇഷ്യൂ വന്നപ്പോഴാണത് നിർത്തിയത്. എങ്ങനെയാണ് നാടൻ പെൺകുട്ടിയിൽ നിന്ന് നഗരത്തിലേക്ക് വന്നു? പൂർണ്ണമായിട്ടും നഗരത്തിൽ എത്തിയില്ലെങ്കിലും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അത്? ഇപ്പൊ അനുരാഗ ആയാലും പൂവനായാലും വളരെ നാട്ടിൻപുറത്തുള്ള ഒരു നാടൻ പെൺകുട്ടി എന്നുള്ളൊരു ക്യാരക്ടറാണ്. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു നാടനും അല്ല മോഡേണും അല്ല, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് കാർത്തിക എന്ന് പറയുന്നത്. നല്ലൊരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഈ കാർത്തിക ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ കാർത്തിക പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് റീനു പറയുന്നുണ്ട്, അപ്പോൾ ശരിക്കും പ്രാക്ടിക്കലി ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇങ്ങനൊരു മുഴുനീള കഥാപാത്രമാണെന്നൊക്കെ നേരത്തെ അറിയാമായിരുന്നോ സിനിമയിലേക്ക് വന്ന സമയത്ത്? ഇല്ല, അറിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പൂവന്റെ ഷൂട്ടിന്റെ സമയത്ത് ഇങ്ങനെ അവിടുന്ന് സംസാരം ഉണ്ടായിരുന്നു, ഗിരീഷ് ചേട്ടൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗിരീഷ് ചേട്ടൻ അയാം കാതലൻ ചെയ്തു. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രേമലുവിലേക്ക് ഗിരീഷ് ചേട്ടൻ വന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഓഡീഷൻ ഉണ്ട്, തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഓഡീഷൻ ചെയ്തിട്ട് സെലക്ട് ആയി എന്നൊക്കെ അറിഞ്ഞു. അപ്പോഴും ഇത്രയും ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് വായിച്ചപ്പോഴാണ് വമിതയുടെ ഫ്രണ്ട് എന്നുള്ളൊരു ക്യാരക്ടറാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്നൊക്കെ അറിയുന്നത്. സംഗീത ഒരു എഡിറ്ററും കൂടി ആയതുകൊണ്ട് തന്നെ ഈ സിനിമ എങ്ങനെയാണ് വരുന്നത്, സിനിമയിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ മനസ്സിലാകുന്ന ആളാണ്. അവിടുന്ന് ഈ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ ഒരു ഭയങ്കര റൂഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നെങ്കിൽ ഇത്
ഉടനീളം കൗണ്ടർ പറയുന്ന കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. അതിലെനിക്ക് തോന്നുന്നു സച്ചിനേക്കാൾ കൂടുതൽ കൗണ്ടർ പറഞ്ഞിട്ടുണ്ടാകുക ഈ കഥാപാത്രമാവും. അല്ല, ഇത് വെൽ റിട്ടൺ ആണ്. എല്ലാ പരിപാടികളും ഓൾമോസ്റ്റ് ഒരു 95% കൗണ്ടറുകളും സ്ക്രിപ്റ്റിൽ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ആണെങ്കിലും ഗിരീഷ് ഏട്ടൻ ഓരോ സാധനങ്ങൾ ഇംപ്രൂവൈസേഷൻസ് പറയും. പിന്നെ നമ്മളുടേതായിട്ടുള്ള ചിലത് ഇടുമ്പോഴും ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അത് വർക്കബിൾ സാധനമാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ചെയ്യാൻ പറയും, ചെയ്യിപ്പിക്കും കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ മറ്റു കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറയും. അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ ഷോട്ടിന് മുമ്പ് കാണിക്കുന്ന എന്തെങ്കിലും കൊപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വർക്കായി കഴിഞ്ഞാൽ എടാ അത് നീ ഇത് ചെയ്യുമ്പോൾ ഇട്ടോ എന്ന് പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗിരീഷൻ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് എല്ലാ കാലത്തും അതത് കാലഘട്ടത്തിലെ ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തവണ പബ്ബിൽ 2 കൂട്ടുകാർക്കൊപ്പം പോകുന്ന പെൺകുട്ടികളെ കാണിക്കുന്നു, അത്തരത്തിലുള്ള മദ്യപിക്കുന്ന പെൺകുട്ടികളെ കാണിക്കുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിൽ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല ഇതൊന്നും. അത്തരം സിനിമകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം വളരെ കുറവായിരുന്നു. ഡയറക്ടർ കമൽ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഈ സ്ത്രീ കഥാപാത്രം നായകനെ ഇടാന്ന് വിളിച്ചത് കൊണ്ട് തിയേറ്ററിൽ കൂവലുണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് മാറി സ്ത്രീകൾക്ക് കുറച്ചുകൂടി സ്പേസ് ഉള്ള സിനിമകൾ ഉണ്ടാകുന്നു, പുതിയ കാലത്തോട് സംസാരിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നു ഒക്കെ കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ലേ? ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അതൊരു മാറ്റത്തിനേക്കാൾ ഉപരി ഭയങ്കര റിലേറ്റബിൾ ആയി തുടങ്ങി. ഇത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇതിനകത്ത് പറയുന്ന പല വാക്കുകളും ഇപ്പോൾ സ്റ്റോക്കിംഗ് ആണെങ്കിലും ഞങ്ങൾ കേക്കപ്പിളായിട്ട് പോയി എന്ന് പറയുമ്പോഴേക്കാണെങ്കിൽ ആൾക്കാർ ശരിക്കും എല്ലാ തിയേറ്ററിൽ കൂട്ടച്ചിരിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര നോർമലും റിലേറ്റബിളും ആയി തുടങ്ങി. അതാണ്, അല്ലാതെ ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പ്രോപ്പറായിട്ട്, ആളുകൾ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടാവുന്ന ചിരികളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് പ്രായവ്യത്യാസം ഇല്ലാതെ ചിരി ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ 80s 90s സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുകേഷ് ജഗദീഷ് പടങ്ങൾ നോക്കി എല്ലാത്തിലും തൊഴിലില്ലായ്മ എന്നുള്ളൊരു ഇതാണ് മെയിൻ. ആ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു മെയിൻ പ്രശ്നം? അപ്പം നായകന് മറ്റേ ജോലി കിട്ടുന്നില്ല, നോ വേക്കൻസി ബോർഡ്, പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, ഇങ്ങനത്തെ തീം വെച്ചിട്ടാണ് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു സൊസൈറ്റി എന്താണോ, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓരോ സിനിമയുടെ ഇപ്പോൾ ഈ ഒരു സിനിമ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അന്ന് ആൾക്കാർ കണ്ടിട്ട് അറിയോ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ മറ്റേ എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ. 9 വർഷങ്ങളായി അല്ലേ ഈ മേഖലയിൽ മൊത്തത്തിൽ ഏകദേശം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അതില് ഈ പൊന്മുട്ട എന്ന് പറയുന്ന സ്പേസ് വലിയ തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് പലതരത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ആദ്യ സമയത്തൊക്കെ പൊന്മുട്ടയിൽ വീഡിയോ വരുമ്പോൾ അന്ന് കരിക്കിന്റെ ഒരു പ്രൈം സമയമാണ്. അപ്പൊ അന്ന് കുറെ നെഗറ്റീവ് കമന്റുകളായിരുന്നു അതിന്റെ അടിയിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു അതിനെ ഡീൽ ചെയ്തത്? അത് നിർത്തിയിട്ട് പോകാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം കരിക്കെന്നുള്ളത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കരിക്ക് അത്രയും ഒരു റീച്ചിലെത്തിയപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനെ യൂട്യൂബ് എന്നുള്ളൊരു മീഡിയം വഴിയും നമുക്ക് ഒരു സംഭവം സ്പേസ് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ചെയ്തു തുടങ്ങിയ സമയത്ത് കരിക്കിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പം സ്ക്രിപ്റ്റൊക്കെ ആദ്യം തുടക്കത്തിൽ ഞാൻ തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഹരിത ജോയിൻ ചെയ്തതിനു ശേഷം ഹരിതയും എഴുതാൻ തുടങ്ങി, ഞാൻ എഴുതുമായിരുന്നു, മാറി മാറി എഴുതുമായിരുന്നു. അപ്പോൾ ഈ ഇനീഷ്യലി നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് അറിയില്ല ഒന്നാമത്. ഇപ്പം നമ്മൾ യൂസ്ഡ് ആണ്. അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും മോശമായിട്ട് ആൾക്കാർ നമ്മളെപ്പറ്റി പറയും എന്നുള്ളതൊക്കെ നമുക്കത് അവിശ്വസനീയമാണ്. എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പൊന്മുട്ടയുടെ ആദ്യത്തെ എപ്പിസോഡിൽ പലതിലും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ, അന്ന് ഇത്രയും കണ്ടന്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കരിക്ക് എന്നുള്ളൊരു സംഭവം ആൾക്കാർ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ വേറെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അവരതോ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അതെ, മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സമയം എടുത്തു കുറച്ച്. ഈ പറഞ്ഞ പോലെ കണ്ടന്റ് നന്നായി വന്നപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ചായത്തിയും ചങ്കും അല്ലേ ആദ്യം? അതെ, അച്ചായത്തിയും ചങ്കും ആണ്. അതിൽ ഹിറ്റായ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് താങ്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഗൈസ് ഫോർ ദ വണ്ടർഫുൾ കമന്റ്സ്. വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു ഇംപ്രൂവ്. കുറവുകൾ ക്ഷമിക്കണം. ലെറ്റ്സ് ഗ്രോ ടുഗദർ. സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അന്നിട്ടതാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയ സമയത്ത് ഇങ്ങനെ ഈ കമന്റ് അതിന് കുറെ ലൈക്ക് ഒക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ സമയത്ത് ഒരു എഫോർട്ട്, അതിന് കിട്ടുന്ന ഒരു റിയാക്ഷന്റെ ഒക്കെ ഒരു ഇതായിരുന്നല്ലോ അന്ന് ഉണ്ടായിരുന്നത്. ഈ പിന്നീട് അച്ചായത്തും ചങ്കിന് ശേഷം ഒരുപാട് സീരീസുകൾ അവിടെ ചെയ്തു. പിന്നീട് സിനിമയിലേക്കുള്ള വഴിയായി. അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുമ്പോൾ എന്ത് തോന്നി? നമ്മളെടുത്തൊരു പാഷന്റെ എഫോർട്ട് എപ്പോഴെങ്കിലും ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സന്തോഷം. ഞാൻ ഈ എന്താ പറയുക, ഡേ ഡ്രീമിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. പണ്ട് മുതലേ സ്വപ്നം കണ്ടിരിക്കുക, നമ്മളെന്തെങ്കിലും ഒരു സിനിമ സെറ്റിൽ പോകുമായിരിക്കും, ഷൂട്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു
നമ്മൾ അഭിനയിച്ചത് കണ്ടിട്ട് ആൾക്കാർ നിങ്ങൾ കൊള്ളാമല്ലോ എന്ന് പറയും എന്നൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയതായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒന്നും ഇപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത സമയത്താണെങ്കിലും ഓക്കെ ഇനി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഒരു പ്രോപ്പർ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ ജസ്റ്റ് വന്ന് തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ യൂട്യൂബിലൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാമായിരുന്നു. എന്നാലും അവിടെ എത്താനും കുറച്ച് സമയം എടുത്തു. ഈ പറഞ്ഞ പോലെ 2015 ഞാൻ ജോലി റിസൈൻ ചെയ്തത്. 2018 ആയപ്പോഴാണ് പൊന്മുട്ട എന്ന് പറഞ്ഞൊരു സംഭവം ഹാപ്പനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് എനിക്കൊന്ന് യൂട്യൂബ് എന്നുള്ളൊരു സ്പേസ് തന്നെയാണ് ഈ പറയുന്നൊരു ഡ്രീമിലേക്ക് എത്താൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അത് ഈ സിനിമയിലുള്ള കുറെ ആളുകൾ അങ്ങനെ തന്നെ വന്നിട്ടുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ അവിടെയും പറയുകയാണെങ്കിൽ ഈ സ്പേസ് ഒക്കെ ഇത് തന്നെയാണല്ലോ, റീൽസിലൂടെ പിന്നീട് കുറെ വീഡിയോസ്, പാർട്ട്ണറുമായിട്ടുള്ള വീഡിയോസ്, കുറെ റീക്രിയേഷൻസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, ക്ലാസ്മേറ്റ്. അതെ, റീക്രിയേഷൻസ് ആണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഓൺ കണ്ടന്റ് ചെയ്യാൻ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തലയിലൊന്നും വരൂല്ല. അതാണ് മെയിൻ റീസൺ. അതുകൊണ്ട് പിന്നെ റീക്രിയേഷൻസ് ആയിരുന്നു കൂടുതൽ ചെയ്തത്. അതിലൂടെ തന്നെയായിരുന്നു അനുരാഗിലോട്ടും എത്തിയതും പിന്നെ സിനിമയിലോട്ട് എത്തിയതും. ഇപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടാവില്ല. അപ്പം ആദ്യഘട്ടത്തിൽ കുറേയധികം ആളുകൾ പിന്തുണച്ചിട്ടുണ്ടാവും ഈ ഒരു സ്പേസിൽ എത്തണം എന്നുള്ളത്. പ്രത്യേകിച്ച് ബ്രദറൊക്കെ വലിയ തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഇപ്പോൾ എന്താണ് ഫാമിലിയിൽ നിന്നൊക്കെ? ഞാൻ ഇങ്ങനെ എത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ്. കാരണം താങ്ക് യു. എല്ലാവരും ഉണ്ട്. ഇപ്പം എൻ്റെ പാരൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവർക്കും സന്തോഷം. പക്ഷേ കുറച്ചുകൂടി എഫേർട്ട് ഇടുന്നത് എൻ്റെ ചേട്ടൻ. ഇപ്പം കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ എൻ്റെ ചേട്ടന് ഭയങ്കര ഒരു, ഞാൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിക്കാണണം എന്നുള്ള, പിന്നെ പഠിക്കാൻ ഞാൻ ഭയങ്കര ബുദ്ധിയൊക്കെ ആയതുകൊണ്ട് എന്നാലും മോശമില്ലാത്ത രീതിയിലൊക്കെ പഠിക്കായിരുന്നു. പക്ഷേ ഡാൻസും അതൊക്കെയായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം ഇതിലേലും ഒന്നിൽ ഞാനൊരു നല്ല നിലയിലെത്തണം എന്ന് എൻ്റെ ചേട്ടന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബഡായി ബംഗ്ലാവിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു ചേട്ടൻ ചോദിക്കും, നീ അവരോടൊക്കെ ഒന്ന് പരിചയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചാൻസ് ചോദിക്കും. ഞാനാണ് ഈ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാൻ ഏറ്റവും വീക്കാണ്, മോശമാണ്. എനിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ കൂടുതൽ ആ കോളൊന്നും നീണ്ടു പോകില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. മെസ്സേജ് അയക്കാൻ ഒരു പ്രശ്നമല്ല, പക്ഷെ കോൾ ചെയ്ത് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കോണ്ടാക്ട്സ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഏട്ടൻ പറയുന്നത് എനിക്ക് ആരുടെയിലൊക്കെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ഒന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന റീൽസ് എങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക. അതിനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്ത് വിചാരിക്കും, ഇൻട്രോവേർട്ട് ആണോന്ന് ചോദിച്ചാൽ പുറത്ത് കാണുന്നവർക്ക് ഞാൻ അത്ര ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ എനിക്ക് ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എന്ത് വിചാരിക്കും അവരിങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടാവോ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഇതാക്കിയത് ഇവർക്കൊക്കെ ആയാലും മെസ്സേജ് അയക്കാനും വിളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ എന്നെ ചേട്ടനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ചേട്ടനും പാരൻസും എൻ്റെ ഹസ്ബൻഡും അവരൊക്കെ തന്നെയാണ്. ഈ ഹൈദരാബാദ് ഒരു നഗര ജീവിതമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ഗ്രാമത്തിലുണ്ടാകുന്ന ഫ്രെയിമുകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. കണ്ടിട്ടുള്ളത്, ശീലിച്ചിട്ടുള്ള എല്ലാ ഫ്രെയിമുകളും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തോ? എൻ്റെ പേഴ്സണൽ ആണോ ചോദിക്കുന്നത്? നല്ല സമയം എടുത്തായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു നാട്ടിൻ പുറത്തുനിന്നാണ് വരുന്നത്. പയ്യന്നൂർ അവിടെ ഏറ്റവും എന്താ പറയുക, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. കലകളെ സപ്പോർട്ട് ചെയ്ത ഒരു നാടാണ്. പക്ഷെ എന്നാലും ഭയങ്കര ഒരു നാടൻ ചിന്താഗതിയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈദരാബാദ് എന്നുള്ളൊരു വലിയൊരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ അവിടെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ എന്താ ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തായിരുന്നു. ഭാഷ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്? ഭാഷ അധികം നമ്മൾ തന്നെയാണല്ലോ, ഒന്നിച്ചായിരുന്നല്ലോ താമസം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരെ സെറ്റിലോട്ട് പോകുന്നു, തിരിച്ച് റൂമിലോട്ട് വരുന്നു, അങ്ങനെയായിരുന്നു. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാലും നമ്മളെല്ലാവരും തന്നെയാണല്ലോ, ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണല്ലോ. അതുകൊണ്ട് അധികം അങ്ങനെ തെലുങ്കൊന്നും സംസാരിക്കുന്നത് പുറത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന ഞാനാണ് ചായ കുടിക്കുന്നത്. എനിക്ക് ചായ ഭയങ്കര ചായപ്രാന്തരാണ്. ഹിന്ദി അറിയാം. നീ ഹിന്ദി ബോംബെയിലൊക്കെ ആയതുകൊണ്ട് ഹിന്ദി അറിയാം. അപ്പം ഈ പറഞ്ഞ നമ്മുടെ മധുകുഞ്ചൻ എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ താമസിച്ചിരുന്നത്. അപ്പം അതിനടുത്തൊരു ചായക്കട ഞാൻ കണ്ടുപിടിച്ചു. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് ചായ കുടിക്കും. മറ്റേ ഒരു ഇതിലുള്ള ചായ, ബിസ്ക്കറ്റ്, കുക്കീസ് ഒക്കെ കിട്ടും. അപ്പം ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ട് അവിടെ എല്ലാവരും ഹിന്ദി സംസാരിക്കും. ആക്ച്വലി ഹൈദരാബാദിൽ ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് തെലുങ്ക് അറിയില്ല എന്നുള്ളൊരു ഇതില്ല. ഭയങ്കര ആൾക്കാർ എല്ലാവർക്കും ഹിന്ദി അറിയാം. ബാംഗ്ലൂരിലെ പോലെ തന്നെ
അങ്ങനെ അതുകൊണ്ട് ഹിന്ദി എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സംഗീതിന്റെ ഇന്റർവ്യൂ ഒക്കെ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് നോക്കിയപ്പോൾ കല്യാണ വീഡിയോ ആണ്, അതും അമിതയുടെ കൂടെയുള്ള അങ്ങനത്തെ കുറേ വീഡിയോസ് ആണ് ആദ്യം തന്നെ വരുന്നത്. ഈ സിനിമയെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കല്യാണ വീഡിയോസ് ആണ്. ഇവരെ ഈ പറഞ്ഞ നെസ്ലിനെ ഞാൻ തണ്ണീർമത്തം കണ്ടു തുടങ്ങിയതാണ്. പിന്നെ ശരണ്യയിൽ വെച്ചിട്ടും മമിത, ഞങ്ങൾ കോമ്പിനേഷൻ ഷീറ്റ്സ് ഞാൻ മമിതയായിട്ടായിരുന്നു. അപ്പൊ അന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് ഇവരോടുള്ള സ്നേഹത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. പേഴ്സണലി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ ചേഞ്ചാണ്. ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആൾക്കാരായിട്ട് ഇവരെല്ലാവരും മാറുകയാണ്. ഞാൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം അത് തിയേറ്ററിൽ കണ്ടപ്പം പ്രായഭേദമന്യേ എല്ലാവരും വലിയ തരത്തിലുള്ള ചിരിയായിരുന്നു. അതിനുശേഷം ഞാനിതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ ആളുകൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി. അപ്പം അതിൽ പറയുന്നത് സൂപ്പർ ശരണ്യയിലെ അർജുൻ റെഡ്ഡിക്ക് കോളേജ് കഴിഞ്ഞ് ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു ആദ്യം എന്നാണ്. അതൊരു ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള കമൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം അതിൽ കുറച്ച് ടോക്സിക് എലമെന്റ് ഉണ്ട്, കുറച്ച് നാർസിസ്റ്റിക് എലമെന്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആ ഷെയ്ഡ് ഈ കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ചെയ്തപ്പോൾ അതിന് വലിയ സ്വീകാര്യത ഓൾറെഡി കിട്ടി. അതിനപ്പുറത്തേക്ക് ഒരു പേഴ്സണലി ഒരു അഭിനേതാവ് എന്ന നിലയ്ക്ക് ഇത്രയും സാധ്യതയുള്ളൊരു കഥാപാത്രം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എലമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ പുള്ളി പുറമേ ഇതൊന്നും കാണിക്കുന്നില്ല. ഈ പറഞ്ഞ മിറർ ഷോട്ടിൽ മാത്രമാണ് പുള്ളിക്കാരനോട് മാത്രമേ പുള്ളിക്കാരൻ്റെ ഒരു ശരിക്കുള്ള പരിപാടി കണ്ണാടി നോക്കിയിട്ട് അഭിമാനം എന്നുള്ള സാധനം കാണിക്കുന്നുണ്ട്. പുറത്ത് പുള്ളി ഒരു ഫീലിങ്സും കാണിക്കില്ല. അപ്പോൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പുള്ളി ചിരിച്ച് വന്നിട്ട് പെട്ടെന്ന് പുള്ളിയുടെ മുഖം ഇവരാരെല്ലാം കണ്ടാലോ നേരിട്ട് പുള്ളി പെട്ടെന്ന് സീരിയസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ ആ ഒരു റോസ്റ്റിംഗ് സെഗ്മെൻറ്റിലാണെങ്കിലും പുള്ളി ഓരോന്ന് പറയുമ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും പുള്ളി അത് മാക്സിമം പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാലഞ്ച് തന്നെ ആയിരുന്നു, ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു. പക്ഷേ ടൂ മച്ച് ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചെയ്താൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുമോ എന്നുള്ള സാധനങ്ങൾ ഞാൻ ആലോചിച്ചില്ല. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോയി ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പരിപാടിയുടെ ഇയാൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ള സാധനം മനസ്സിലാവാൻ തുടങ്ങി. ഇയാൾ മൊത്തത്തിൽ ഇയാളുടെ ഒരു ബേസിക് എഴുതി വെച്ചിട്ടുള്ള സാധനം പക്കയാണ്. അപ്പം ആ ക്യാരക്ടറിലേക്ക് കടന്നു. അതെ കടന്നു. അപ്പം ഗിരീഷിന് വ്യക്തമായിട്ടുള്ള ഇതുണ്ട്, പുള്ളി പറയും, കറക്റ്റായിട്ട് പറയും. ഇപ്പം എന്നോട് ആദ്യമേ നമ്മുടെ റിഹേഴ്സൽ സമയത്ത് തന്നെ പുള്ളി പറഞ്ഞിരുന്നില്ല കൈയൊക്കെ കുറച്ച് യൂസ് ചെയ്യണം, കാരണം ഇവരുടെ സോഫിസ്റ്റ് കുറെ സംഭവങ്ങൾ. ഇപ്പൊ അതില് ഇയാള് മറ്റേ എന്താ പറയാ ട്രീറ്റ് വേണം എന്ന് പറയുന്ന ഒരു സാധനം, ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അത് പുള്ളി കാണിച്ചു തന്നാ ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്തതിന്റെ പകുതി പോലും കാണിച്ചു തന്നതിന്റെ പകുതി പോലും ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതെ 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 ജെ കെ ജസ്റ്റ് കിഡിങ് ഒക്കെ കൃത്യമായിട്ട് ഇയാൾ എവിടെയൊക്കെ പറയുന്നു എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ബർഗർ വേസ്റ്റ് ഒക്കെ പോകുന്ന സീൻ ഉണ്ടല്ലോ, അത് അസാധ്യമായിരുന്നു. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം വർക്കായതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ അത് ചെയ്യാൻ നേരത്ത് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. സംഗീത, ഈ പ്രണയത്തെ സാധാരണ ഇതിൽ നമുക്കറിയാം, ഈ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്തൊരു വികാരമാണ്. ഒരാളുടെ ഇമോഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ റീനു എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ആണ്. അത് അടുത്ത 20 വർഷം എങ്ങനെ ആയിരിക്കണമെന്ന് ആലോചിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോഴാണ് യാതൊരു പ്ലാനും ഇല്ലാത്ത ഒരാൾ കടന്നു വരികയും അവിടെ പ്രണയം ഉണ്ടാകുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ എല്ലാവർക്കുള്ള അനുഭവങ്ങൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ എഴുതി വെച്ചേക്കുന്നവരാവില്ല ജീവിതം പോകുന്നത്. പേഴ്സണലി സംഗീതത്തിന് ഈ സിനിമയിലെ പ്രണയം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? റിയൽ ലൈഫിലും അങ്ങനെ തന്നെയല്ലേ? ഉറപ്പായിട്ടും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും കൂടെ കണ്ടിട്ടുള്ളതും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇത്തരം പ്രണയങ്ങൾ തന്നെയാണ്. അത് ഇപ്പം ഇതിലെ നായകന്മാർ ഭയങ്കര റിലേറ്റ്, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് റിലേറ്റബിൾ ആവുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ നമ്മൾ ഈ പറഞ്ഞ ഇവന്മാരുടെ അവസ്ഥയെ കൂടെ ഈ ഇൻസെക്യൂരിറ്റിയും ഈ അവസ്ഥ ഈ ഫെയിലിയേഴ്സും ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് റിയൽ ലൈഫിലും എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ അടുത്തുള്ളവരിലും ഇത് കാണാറുണ്ട്. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പഠിച്ചോ എന്ന് പറയുന്നൊരു സീനുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് തിയേറ്ററിൽ ഭയങ്കര ഇമോഷണൽ സീനാണെങ്കിലും ആളുകൾ ചിരിക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന സീൻ കൂടി ആയിരിക്കും. അതെ അതെ അതെ. എന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ആദ്യം അപ്പൊ ഞങ്ങൾ ആക്ച്വലി ആ സീൻ ചെയ്യുമ്പോൾ നെസ്ലിനോട് ഗിരീഷേട്ടൻ ഓൾറെഡി എന്തോ സൂചന പറയണ്ട, ഇത് നമ്മൾ ചിരി കോമഡി സീനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, അതായത് ചിരി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവനോടും പറഞ്ഞത്. അപ്പൊ നമ്മളത് ആക്ച്വലി ഇമോഷണലി ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്ത സീനായിരുന്നു. അപ്പൊ എന്റെ ചിന്തകളിലേ ഇല്ല ഈ സാധനം കണ്ട ആളുകൾ ചിരിക്കുന്നുള്ളത് ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടപ്പോ തന്നെ ചിരി തുടങ്ങിയപ്പോ ഞാൻ ഓക്കെ ഇനി മാറുമായിരിക്കും എന്ന് പറയുന്നു. കരച്ചിൽ തുടങ്ങുമ്പോ മാറുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചെടുത്ത് ഡബിൾ ആവുകയാണ് ചിരി. അപ്പൊ ഇവന്റെ കരച്ചിൽ കഴിഞ്ഞ ദിവസം ഇപ്പൊ എന്നെ ഒരാൾ വിളിച്ചപ്പോ പറഞ്ഞാണ് ആക്ച്വലി അവിടെ അമൽ ഡേവിസിന്റെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതാണ് ആ സീനിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞതിൻ്റെ അടുത്ത്.
അത്രയും നേരം നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നവര് നമ്മൾ സ്റ്റക്കായി. അയ്യോ അപ്പൊ ചിരിക്കാൻ പാടില്ല, കാരണം ഇത്രയും നേരം ട്രാവലില് മൊത്തം ഇവന്റെ എല്ലാ ഫ്ലോസിലും തലേ കൈവെക്കുന്നതും ചിരിക്കുന്നതും അമൽ ഡേവിസ് തന്നെയാണ്. അപ്പൊ അമൽ ഡേവിസ് പോലും സ്റ്റക്കായുമ്പോ നമ്മൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്നുള്ള തോട്ടിലേക്ക് അവരൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരാൾ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി ആക്ച്വലി ആ സംഭവം. ആക്ച്വലി ആ സീനിന് അങ്ങനെ ഭയങ്കര ഒരു രസം. നമ്മള് കുമ്പളങ്ങിയിലത്തെ ഒക്കെ സീനിന് ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. കുമ്പളങ്ങില ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ സൗബിൻ കരയുമ്പോ ആദ്യം ആളുകൾ സൈക്കോളജിസ്റ്റിനെ കാണുന്ന സമയത്ത് പയ്യെ അതിനൊരു ട്രാൻസിഷൻ ഉണ്ട്. ആ ട്രാൻസിഷൻ വന്ന് സീൻ അവസാനിക്കുമ്പോഴേക്കും നമ്മള് അയ്യോ നമ്മൾ ചിരിച്ചത് ഭയങ്കര മോശമായി പോയല്ലോ എന്ന്. അത് ശരിക്കും പറഞ്ഞ ക്യാരക്ടറിനോട് അടുപ്പം പിന്നീടുള്ള ട്രാവലിൽ എനിക്ക് തോന്നുന്നു സച്ചിനോട് അടുപ്പം കൂടാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരാളെ ടീസ് ചെയ്ത് ആ നമ്മളും ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ അവിടെ ടീസ് ചെയ്തോണ്ടിരിക്കുകയുള്ളൂ അവന്റെ കരച്ചിലിനെ. അപ്പൊ അത് പിന്നീട് അവന്റെ ഇനി അവൻ വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ വിഷമിക്കും, പിന്നെ ചിരിക്കില്ല. അമൽ ഡേവിസിന്റെ ക്യാരക്ടറിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് അവിടെയാണല്ലോ. അതായത് അത്രയും നാളെ ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് വല്ലാത്ത അടുപ്പമുള്ള ചേർത്ത് പിടിക്കേണ്ട ഒരു സുഹൃത്തായി മാറുന്നത് ആ സമയത്താണല്ലോ. അതായത് ഇമോഷണലി കരയുന്ന ഒരാളുടെ ഒപ്പം എങ്ങനെ നിൽക്കണം എന്നുള്ളതും പിറ്റേ ദിവസം അതിന്റെ പ്രതിഷേധം റീന് വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതൊക്കെ അവിടെയാണല്ലോ ആ ക്യാരക്ടറിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. ആക്ച്വലി ഷിഫ്റ്റ് ആണോന്ന് പോലും എനിക്കറിയില്ല. ഇവര് രണ്ടുപേരും അങ്ങനെയാണ്, പ്രേക്ഷകർക്ക് അപ്പം അത് മനസ്സിലാവുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അതുവരെ അവന്റെ എല്ലാ സ്റ്റേജിലും എങ്ങനെ ആ സമയത്ത് അവനെ ട്രീറ്റ് ചെയ്യണോ അതുപോലെ ട്രീറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ കുറെ കഷ്ടപ്പെട്ട് കാറൊപ്പിക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ആ സമയത്ത് കറക്റ്റ് ചെയ്തൊരു ഫ്രണ്ട് ഞാനും ആ സമയത്തും എൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു ഞാനാണെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത്. ഇനി എന്തൊക്കെയാണ് സിനിമയുടെ ഭാവിയിൽ, എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സിനിമകളിലാണ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്? സെലക്ഷൻ എങ്ങനെയായിരിക്കും? അങ്ങനെയൊന്നുമില്ല, അത് ഏത് ക്യാരക്ടർ ആയാലും നല്ല ക്യാരക്ടർ വന്നാൽ അതിനിപ്പോൾ ചെറുതാണേലും അത് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ വളർന്നു വരുന്നല്ലേ ഉള്ളൂ, ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് നല്ലൊരു ക്യാരക്ടർ വന്നാലും അത് ചെയ്യാൻ. നാട്ടിൽ നിന്ന് സ്വീകരണമൊക്കെ കിട്ടിയോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. റിലീസായതിനു ശേഷം നാട്ടിൽ പോയിട്ടില്ല. ഇവിടെ തന്നെ ഇനിയിപ്പോൾ പോകണം, പോയിട്ടൊരു ഷോ ഒക്കെ കാണിക്കണം. ഏതാണെങ്കിലും സിനിമ വലിയ രീതിയിൽ വിജയമാകട്ടെ, എല്ലാവിധ ആശംസകളും. സിനിമയുടെ വഴികളിൽ നിങ്ങളുടെ സൗഹൃദത്തെ ചേർത്ത് പിടിച്ച് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.